നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 242 242. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 13 ശ്ലോകം 24. ഇതിമീമാംസതസ്തസ്യ ബ്രഹ്മണ സഹസൂനുഭി ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രസന്നിഭ. ഇതാണ് ശ്ലോകം. പുത്രന്മാരോടുകൂടെ ബ്രഹ്മാവ് ഇപ്രകാരം ഊഹിച്ചുകൊണ്ടിരിക്കെ പർവ്വതം പോലെ മഹാശരീരത്തോടു കൂടിയവനും ജ്ഞാനസ്വരൂപനുമായ കർമ്മബലം ദാനം ചെയ്യുന്നതിന് ശക്തനായ ഈശ്വരൻ. യജ്ഞപുരുഷ എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥമാണ് കർമ്മബലം ദാനം ചെയ്യുന്നതിന് ശക്തനായ ഈശ്വരൻ. ഞാനും നിങ്ങളും അനവരതം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്ക് തക്കതായ ഫലത്തെ തന്ന് ഐദർ അനുഗ്രഹിക്കുന്നുണ്ട് ഓർ ശിക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാപപുണ്യങ്ങൾ അനുഭവിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. എന്താണെന്നാ പറയുക, പർവ്വതത്തിനോട് അത്ര വലുപ്പമുള്ള ആകാരമുള്ള ആ സൂകരമൂർത്തി ഗർജിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഒരു ഭാവാർത്ഥം നോക്കാം. പുത്രന്മാരായ മരീചിയാദികളും ബ്രഹ്മാവും മുകളിൽ വിവരിച്ച വിധത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കെ സർവധർമ്മങ്ങളുടെയും ഫലത്തെ ജീവന്മാർക്ക് നൽകുന്നതിന് സമർത്ഥനും ഇപ്പോൾ ഭൂമിയെ ഉദ്ധരിപ്പാനൊരുങ്ങിയിരിക്കുന്നവനാകയാൽ അതിനു മതിയായ മഹത്തായ രൂപത്തെ ധരിച്ചവനുമായ ഭഗവാൻ ഗംഭീര ശബ്ദം പുറപ്പെടുമാറൊന്ന് ഗർജിച്ചു എന്ന് പറഞ്ഞു. ഇനി 25-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താംശ്ചതിജോത്തമാൻ സ്വഗർജിതേന കകുഭ പ്രതിസ്വനയതാ വിഭൂ. ഇതാണ് ശ്ലോകം. സന്താപങ്ങളെ തീർക്കുന്ന ഈശ്വരനായ വിഷ്ണു ദിക്കുകളെ പ്രതിശബ്ദിക്കുന്നതായ തൻ്റെ ഗർജനത്താൽ ബ്രഹ്മാവിനെയും ആ ബ്രാഹ്മണരെയും സന്തോഷിപ്പിച്ചു. ഭയപ്പെടല്ല ചെയ്തത് അവരെ ഗർജനം കേട്ടിട്ട്. കാരണം എന്താ, ഭക്തന്മാർ ഭഗവാനെ എപ്പോഴും വാത്സല്യത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ അവരെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർ ഭഗവാന്റെ ഗർജനം കൊണ്ട് അവർ സന്തോഷിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം നോക്കുക. ഭക്തന്മാരുടെ സർവസന്താപങ്ങളെയും നശിപ്പിക്കുന്നതിന് സമർത്ഥനായ ഭഗവാൻ ശ്രീവിഷ്ണു ദിക്കുകളിൽ നിന്നും പ്രതിധ്വനിയുണ്ടാക്കുവാൻ തക്കവിധം ഗംഭീരമായി ഗർജിച്ചിട്ട് ബ്രഹ്മാവിനെയും മരീചിയാദികളായ ബ്രാഹ്മണരെയും സന്തോഷിപ്പിച്ചു. ഇനി 26 ഒരു 4 വരി ശ്ലോക ശ്രദ്ധിക്കാം. നിശമ്യതേ ഗർഗരിതം സ്വഗേദക്ഷയിഷ്ണുമായാ മയസൂകരസ്യാം ജനസ്തപ സത്യനിവാസിനസ്തേ ത്രിഭി പവിത്രൈർമുനയോ അഗൃണൻ സ്മാ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയണത് മായാസ്വീകാരത്താൽ സൂകരാകൃതിയായിരിക്കുന്നവൻ്റെ. അപ്പോൾ ഭഗവാൻ വരാഹമായിട്ടും സൂകരനായിട്ടും നരസിംഹമായിട്ടും അവതരിക്കണത് മായാസ്വീകാരത്താൽ മായയെ ഉപോത്ബലകമായിട്ട് പറഞ്ഞു മനസ്സിലുണ്ടോ. അപ്പോൾ ആസ് ഇറ്റ് ഈസ് മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ 100% അങ്ങനെയുണ്ട്. മായയെ ബലവത്താക്കിയിട്ട് മായയുടെ മാധ്യമത്തിൽ കൂടെയാണ് അവതാരങ്ങൾക്കുള്ള ശരീരങ്ങൾ എടുക്കണതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ മായാസ്വീകാരത്താൽ സൂകരാകൃതിയായിരിക്കുന്നവൻ്റെ തങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ഗർഗര ശബ്ദത്തെ അവർ കേട്ടിട്ട് ജനർലോകം തപോലോകം സത്യലോകം, ജനർലോകം തപോലോകം സത്യലോകം ഇവിടെ വസിക്കുന്ന ആ മുനിമാരും പരിശുദ്ധങ്ങളായ 3 വേദങ്ങൾ കൊണ്ട് ഋഗ് യജു സാമം, അവിടെ അഥർവം പറഞ്ഞിട്ടില്ല, സ്തോത്രം ചെയ്തു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ഓരോ കാര്യങ്ങളെ നിർവഹിപ്പാൻ ഉപകരിക്കുന്ന സമുചിത രൂപങ്ങളെ സ്വേച്ഛയാ ധരിച്ച് അവതരിക്കുന്ന ഭഗവാൻ ഇപ്പോൾ ഭൂമിയുദ്ധരണം സാധിപ്പാൻ സമർത്ഥമായ വരാഹരൂപം ധരിച്ച് വന്നിരിക്കുകയാണെന്ന് ബ്രഹ്മാദിദേവന്മാർ ആ ഗർജന ശ്രവണത്താൽ ധരിച്ചു. ഭൂമിയെ എങ്ങനെയാണ് ഉയർത്തേണ്ടതെന്നുള്ള വിചാരം നിമിത്തം അവർക്കുണ്ടായിരുന്ന സന്താപം ആ ശബ്ദശ്രവണം മാത്രത്താൽ നശിച്ചു. ജനർലോകം, തപോലോകം, സത്യലോകം മുതലായ ഉത്കൃഷ്ട സ്ഥാനങ്ങളിൽ വസിക്കുന്ന മുനികളും ഋഗ് യജുസ് സാമം എന്ന വേദങ്ങളാൽ ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന സൂക്തങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്തു എന്നാണ് പറഞ്ഞത്. 27 തേഷാം സദാം വേദവിധാനമൂർത്തിർ ബ്രഹ്മാവധാര്യ ആത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിഭുതോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. അതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം, വേദം കൊണ്ട് വിസ്തരിക്കുന്ന കർമ്മസ്വരൂപൻ ആ സത്തുക്കളുടെ സ്വഗുണത്തെ അനുവദിക്കുന്നതായ വേദത്തെ ധരിച്ചിട്ട് പിന്നെയും ഗർജിച്ചിട്ട് ദേവന്മാരുടെ ശ്രേയസ്സിനെ ഉദ്ദേശിച്ചിട്ട് ഗജശ്രേഷ്ഠൻ്റെ ലീലയെ അംഗീകരിച്ചിട്ട് ജലത്തിലേക്ക് പ്രവേശിച്ചു. തിരമാലകൾ ഉണ്ടായി, കാരണം വലിയൊരു ഭീമാകാരായിട്ടുള്ള ഒരു രൂപമാണല്ലോ അല്ലേ. അപ്പോൾ പിന്നെ ആ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പറയണു, സ്വധർമാനുഷ്ഠരൂപമായ വേദോക്ത യജ്ഞാദി കർമ്മങ്ങളെ ആരുടെ പ്രീതിക്കായി കൊണ്ട് മഹാജനങ്ങൾ നടത്തുന്നുവോ, യജ്ഞങ്ങളും യാഗങ്ങളും സാക്ഷാൽ മഹാവിഷ്ണു പ്രീത്യർത്ഥാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുട്ടികളില്ലാണ്ട് കുട്ടികളുണ്ടാവാനും മരിക്കാൻ കിടക്കണവരെ വേഗം മരിക്കാനും ഇങ്ങനെയൊന്നുമല്ല യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ എന്തുകൊണ്ട് ഇത്രയും തുറന്നടിച്ച് പറഞ്ഞതുണ്ടോ, എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു നിയോഗത്തെ ഞാൻ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ മഹാജനങ്ങൾ നടത്തുന്നുവോ ആ സർവേശ്വരൻ മരീചാദികൾ സ്വഗുണത്തെ പ്രകാശിപ്പിക്കുന്ന വേദഭാഗങ്ങളെ കൊണ്ട് ചെയ്തതായ സ്തോത്രം കേട്ട് സന്തോഷിച്ചിട്ട്. അപ്പം ഞാനും നിങ്ങളും ഭാഗവതത്തിൽ 4000 ചില്ലാൻ ശ്ലോകങ്ങൾ ഭഗവാന്റെ സ്തുതിയാണ്. അപ്പോൾ ബാക്കി കഥകളൊക്കെ വിടൂ, ഈ പിന്നെ സ്തോത്രങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക, എന്നിട്ട് വായിക്കന്നെ. ഭഗവാൻ ശ്രദ്ധിക്കാതെയിട്ടിരിക്കില്ല. നിങ്ങളൊന്നും ആവശ്യപ്പെടരുത്. നിഷ്കാമകർമ്മമായിട്ട് ഞാൻ ചെയ്യണ കൂട്ടത്തിൽ ഞാൻ നിഷ്കാമകർമ്മ ചെയ്യണത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഞാൻ ഫിയർലെസ്സാണ്. പേടിയില്ല എനിക്ക്. ഭയം എന്നുള്ളത് ഇല്ല ജീവിതത്തിൽ. കാരണം എന്താ, ഭയന്നിട്ട് എന്താ കിട്ടാൻ പോണത്? ഭയന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ചില സെല്ലുകൾ ഡെഡാവും. അല്ലെങ്കിൽ തന്നെ പ്രായത്തിനനുസരിച്ച് ഡെഡാവുണ്ടല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ. അപ്പോൾ സന്തോഷിച്ചിട്ട് വീണ്ടും ഗർജിച്ചു. ഉടനെ അവതാര പ്രയോജനമായ ഭൂമിയുടെ ഉദ്ധരണം സാധിപ്പാനായിക്കൊണ്ട് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ജലത്തിലേക്ക് മഹാനായ ഗജമെന്ന പോലെ പ്രവേശിച്ചു. കാരണം ആനയും സമുദ്രങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് ഇന്ത്യയിലേക്കൊക്കെ നീന്തി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ലക്ഷദ്വീപിലേക്ക് നീന്തിപ്പോണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ദ്വീപുകളിൽ നിന്നും അവർ പോകുന്നുണ്ട് പരമശൈലി. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം ഇനി 28ാമത്തെ ശ്ലോകം.
ഉക്ഷിപ്തവാലഘജര കഠോര സടാവിധ്വന്നൻഘരരോമശത്വ ഗുരാഹതാഭ്രസിതദംശ ഈക്ഷാത് ജ്യോതിർബഭാസേ ഭഗവാൻ മഹീന്ദ്ര. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഉയർത്തപ്പെട്ട വാലോടുകൂടിയവനും ആകാശത്തിൽ സഞ്ചരിക്കുന്നവനും കഠിന ശരീരമുള്ളവനും രോമങ്ങളെ ചലിപ്പിക്കുന്നവനും കഠിന രോമങ്ങൾ അധികരിച്ച മേൽത്തൊലിയോടുകൂടിയവനും കുളമ്പുകളുടെ ആഹാദിയാൽ മേഘങ്ങൾ ചലിപ്പിക്കുന്നവനും വെളുത്ത ദംശങ്ങളോടുകൂടിയവനും പ്രകാശിക്കുന്ന കണ്ണുകളോടുകൂടിയവനും ഭൂമിയെ ഉദ്ധരിപ്പാൻ ഭാവിക്കുന്നവനുമായ യജ്ഞമൂർത്തി വളരെ ശോഭിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ജലത്തിൽ പ്രവേശിച്ച ആ വരാഹരൂപത്തെ 2 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. വരാഹജാതി സ്വഭാവത്തെയാണ് പ്രധാനമായി കാണിക്കുന്നത്. ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ള ചില ഗുണഗണങ്ങളുണ്ട്. വാലിനെ ഉയർത്തിയിട്ട് ആകാശത്തിലാണ് സഞ്ചാരം. ശരീരം അതികഠിനം. പിരടി രോമങ്ങളെ അടിക്കടി ചലിപ്പിക്കുന്നു. കഠിന രോമങ്ങൾ അധികമുള്ള മേൽത്തൊലിയാൽ ആവൃതൻ. കുളമ്പുകളുടെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ശക്തിയേറിയ വ്യാപ്തിയാൽ മേഘങ്ങൾ 4 ഭാഗത്തേക്കും ചിന്നിച്ചിതറി പറക്കുന്നു. ദംശകൾ അതിശുഭ്ര നിറമുള്ളവ. കണ്ണുകളിൽ നിന്ന് അത്യുജ്വലമായ പ്രകാശം പുറപ്പെടുന്നുണ്ട്. ഈ വിധത്തിൽ ഭൂമിയെ ഉയർത്തുവാനായി ജലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭഗവാൻ വരാഹമൂർത്തി വിശേഷവിധിയായിട്ട് വിളങ്ങി. ഒരു പർട്ടിക്കുലർ കേസിന് വേണ്ടിയിട്ടാണ് പോണത് അദ്ദേഹം അല്ലേ. 29 ഗ്രാണേന പൃഥ്വ്യാ പദവീം വിജിഘ്രൻ ക്രോഡാപദേശ സ്വയമധ്വരാംഗ കരാളദംശോപ്യകരാളദൃഗ്ഭ്യാം ഉദ്ദീക്ഷ്യ വിപ്രാൻ ഗൃണതോ അവിശൽക്കം. അപ്പോൾ പന്നി എന്ന വ്യാജരൂപത്തിലിരിക്കുന്ന സാക്ഷാൽ യജ്ഞമൂർത്തി ഗന്ധത്താൽ ഭൂമിയുടെ മാർഗത്തെ ആക്രാണിച്ചുകൊണ്ട് ഭയങ്കരങ്ങളായ ദ്രംശകളോട് കൂടിയവനാണെങ്കിലും സൗമ്യദൃഷ്ടികളാൽ സ്തുതിക്കുന്ന ബ്രാഹ്മണരെ നോക്കിയിട്ട് ജലത്തെ പ്രവേശിച്ചു. ചാടി വെള്ളത്തിലേക്ക്. അതിനിടയ്ക്ക് തന്നെ സ്തുതിക്കുന്ന ബ്രാഹ്മണരെ ഒന്ന് കടാക്ഷിച്ചു. ഈ കടാക്ഷം എല്ലാവർക്കും കിട്ടും, വേണ്ട പോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറയണത്, ജാതി സ്വഭാവത്തെ തന്നെ വീണ്ടും കാണിക്കുന്നു. ഭൂമി എവിടെ കിടക്കുന്നുവെന്ന് ഗന്ധത്താൽ അറിവാൻ ഉത്സാഹിക്കലുണ്ട്. പ്രത്യക്ഷപ്പെടുത്തിയും കൊണ്ട് നാസാപുടങ്ങളെ വികസിപ്പിക്കുന്ന മായാസൂകരമൂർത്തി വാസ്തവത്തിൽ സാക്ഷാൽ യജ്ഞാംഗനാകുന്നു. ദംശകൾ ആയിരിക്കുന്നുവെങ്കിലും തന്നെ കുറിച്ച് സ്തുതിക്കുന്ന ബ്രാഹ്മണരുടെ നേർക്ക് സൗമ്യദൃഷ്ടികളെ കൊണ്ട് കടാക്ഷിച്ചിട്ട് ജലത്തിലേക്ക് പ്രവേശിച്ചു. കേരളത്തിലെ കുറ്റിപ്പുറം അടുത്ത കുമ്പിടിയിൽ വളരെ ഗംഭീരമായിട്ടൊരു ടെമ്പിൾ കോംപ്ലക്സ് ഉണ്ട്. അവിടെ മെയിൻ ഡയറ്റി ലക്ഷ്മി സമേതനായിരിക്കുന്ന വരാഹമൂർത്തിയാണ്. വരാഹമൂർത്തിയുടെ വാമഭാഗത്ത് ലക്ഷ്മി ദേവി. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. പക്ഷേ കൊള്ളലാഭം ചെയ്യേ ആസ്പത്രി കേസുള്ളവൻ്റെ സ്ഥലം ചളിപ്പിച്ച് വാങ്ങാനൊന്നും അവിടെ പോയിട്ട് കാര്യമില്ല. ഒരു എന്താ പറയുക, അങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാപ്പട്ടിയും കൊണ്ടാണ് ചെല്ലരുത്. ഉള്ളത് കൂടി ഗോവിന്ദവും എപ്പോഴും നിഷ്കാമമായിട്ട് ചെയ്യരുത്. കടമയും കടപ്പാടായിട്ട് സ്തുതിക്കാം. ഇനി 30ാമത്തെ ശ്ലോകം. സവജ്രകൂടാംഗനി പാദവേഗ വിശീർണകുക്ഷിസ്തനയന്നുധന്വാൻ ഉത്സൃഷ്ടദീർഘഘോർമിഭുജൈരിവാർത്ത ചുക്രോശ യജ്ഞേശ്വര പാഹിമേതി. ഇതാണ് ശ്ലോകം.
വജ്രപർവ്വത തുല്യനായ ശരീരത്തിൻ്റെ നിവാതശക്തിയാൽ തകർന്നിരിക്കുന്ന അന്തർഭാഗത്തോടു കൂടിയ വജ്രകൂടാംഗനിപാതവേഗ വിശീർണ കുക്ഷി. ഒരൊറ്റ വാക്ക. വജ്രപർവ്വത തുല്യമായ, വജ്രം കൊണ്ടൊരു പർവ്വതം ഉണ്ട് വിചാരിക്കുക, അതിന് തുല്യമായ ശരീരത്തിൻ്റെ നിപാതശക്തിയാൽ, ജലത്തിലേക്ക് വീണ ശക്തി കൊണ്ട് തകർന്നിരിക്കുന്ന അന്തർഭാഗത്തോടു കൂടിയ, സമുദ്രത്തിൻ്റെ അന്തർഭാഗം ഛിന്ന ഭിന്നായി. എന്നിട്ടോ ആ സമുദ്രം അലറിക്കൊണ്ട്, ശബ്ദം അലറിക്കൊണ്ട് വ്യാപ്തങ്ങളായ ദീർഘ തിരമാലകളാകുന്ന കൈകളെ അടിച്ചിട്ട്, അതായത് ഇപ്പോൾ പിന്നെ സമുദ്രത്തിന് കൈകളുണ്ടെങ്കിൽ അത് എന്താ പറയുക, തിരമാലകൾ അടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. നമ്മൾ കൈ കൊട്ടിയ കൊടുത്തിലുള്ള ശബ്ദമല്ല കേട്ടോ. അപ്പോൾ തിരമാലകൾ കൈകളാന്നാക്കാൻ ഞാൻ ഒരാംഗ്യം കാണിച്ചു എന്ന് മാത്രം. എന്തെങ്കിലും ചില ഗോഷ്ഠി വേണ്ടേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, വമ്പിച്ച തിരമാലകളാകുന്ന കൈകളുടെ 4 ഭാഗത്തേക്കുമുള്ള അടികളാൽ തൻ്റെ തൽക്കാല ദുഃഖത്തെ സൂചിപ്പിക്കുന്നുവോ എന്ന് തോന്നുമാറ് ഇളകി മറിഞ്ഞ സമുദ്രത്തിൻ്റെ ശബ്ദം കേട്ടാൽ, ഹേ യജ്ഞേശ്വര എന്നെ രക്ഷിക്കണമേ എന്ന് ആർത്തനാദം മുഴക്കുകയാണോ എന്ന് കവികൾക്ക് ശങ്കിക്കാം. എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കരയുന്നുവോ എന്ന് തോന്നുന്നതാണ്. 31. ഗുരൈക്ഷുരപ്രേർധരയം സ്തതാപ ഉത്പാരപാരം ത്രിപരൂരസായാം ദദർശകാം തത്ര സുഷുപ്സുരേഗ്രേ യാം ജീവദാനീം സ്വയമഭ്യദത്ത. ഇതാണ് ശ്ലോകം. യജ്ഞമൂർത്തി 3 സവനരൂപമായ വിഭാഗം, മൂർച്ചയുള്ള അഗ്രഭാഗങ്ങളോട് കൂടിയ കുളമ്പുകൾ കൊണ്ട് പാരമില്ലാത്തതിനും പാരമുണ്ടാക്കത്തക്ക വണ്ണം അതിലെ ജലത്തെ പിളർന്നുകൊണ്ട് പാതാളത്തിൽ ഭൂമിയെ കണ്ടു. ആദ്യം അതിൽ ശയിപ്പാനിച്ഛിക്കുന്നവനായിട്ട് ജീവധാരമായിരിക്കുന്ന യാതൊന്നിനെ താൻ തന്നെ ആഭിമുഖ്യേന ധരിച്ചു എന്നാണ്. തേറ്റയിലാണല്ലോ പിന്നെ ഭൂമിനെ വെച്ച് ജലത്തിൻ്റെ ഉപരി പ്രത്യേക രീതിയിൽ സ്ഥാപിച്ചു എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ ഭാവാർത്ഥം പറയാം. പ്രാതർ മധ്യാഹ്ന സായങ്കാലങ്ങളിൽ, പ്രാതസന്ധ്യ മധ്യാഹ്ന സന്ധ്യ സായം സന്ധ്യകളിൽ ചെയ്യുന്ന 3 വിധം യജ്ഞങ്ങളാകുന്ന ദേഹത്തോടു കൂടിയ ഭഗവാൻ യജ്ഞമൂർത്തി കരയില്ലാത്ത എങ്ങും നിറഞ്ഞിരിക്കുന്ന ജലത്തിൻ്റെയും കര കാണുവാൻ തക്കവിധം തൻ്റെ മൂർച്ചയുള്ള കുളമ്പുകൾ കൊണ്ട് ആ സമുദ്രജലത്തെ അടിച്ചുകൊണ്ടും പ്രവേശിച്ചപ്പോൾ രസാതലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഭൂമിയെ കണ്ടു. ഈ ഭൂമി ജീവരാശികളുടെ നിവാസസ്ഥാനമായതുകൊണ്ട് പ്രളയജലത്തിൽ യോഗനിദ്ര ചെയ്യുന്ന സമയത്തുകൂടെ അന്തർഭാഗത്തിൽ സൂക്ഷ്മരൂപമായിട്ട് ഭഗവാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ജീവാനുഗ്രഹത്തിന് വേണ്ടി സൃഷ്ട്യാദിലീലകളെ നടത്തുന്ന ശ്രീ ഭഗവാന്റെ പ്രിയപത്നിയാണ് ഭൂമി എന്ന് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. ഇനി 32, 33 ശ്ലോകങ്ങൾ ഒപ്പം പോവും. ഞാൻ എത്ര ഉണ്ട് ഇത് എന്നാണ് തിരഞ്ഞു നോക്കണത്. അതായത് ഇത് കുറച്ച് 51 ശ്ലോകമുണ്ട്. ഇപ്പം നമ്മൾ 32 ആയിട്ടുള്ളൂ. 32, 33 ഒപ്പം പോവും കേട്ടോ. സ്വദംശ്രയോധൃത്യമഹീം നിമഗ്നാം സ ഉദ്ധിത സംരുരുചേരസായ തത്രാദിദൈത്യം ഗതയാ ആപദന്തം സുനാഭസന്ദീപിത തീവ്രമന്യു. ഒരു ശ്ലോകം കഴിഞ്ഞു. ഇനി 33.
ജഗാനരുന്ധാനമസഹ്യവിക്രമം സലീലയേഭം മൃഗരാടിവാംബസി തദ്രക്തപങ്കാങ്കിതഗണ്ഡദുണ്ടോ യഥാ ഗജേന്ദ്രോ ജഗതീം വിഭിന്ദൻ. അപ്പോൾ 33 കഴിഞ്ഞു. ഇനി ഈ 2 ശ്ലോകങ്ങളുടെയും വാക്കാർത്ഥാണ് പറഞ്ഞത്. ജലത്തിൽ താണുകിടക്കുന്ന ഭൂമിയെ പാതാളത്തിൽ നിന്ന് തൻ്റെ ദ്രംശയിൽ വെച്ചുകൊണ്ടുയർത്തിയിട്ട് ഉയർന്നു വരുന്ന ആ വരാഹമൂർത്തി ഏറ്റവും ശോഭിച്ചു. അവിടെ അസഹ്യമായ പരാക്രമത്തോടു കൂടിയവനും അടുത്തു നിൽക്കുന്നവനും ഗദയെ ധരിച്ച് നേരിട്ട് ചാടി വരുന്നവനുമായ ഹിരണ്യാക്ഷനെ ആദിദൈത്യന്, അതായത് ആദിനാരായണൻ എന്ന് പറഞ്ഞ മാതിരി ആദ്യത്തെ രാക്ഷസ രാജാവാണ് ആരെ? ഹിരണ്യാക്ഷൻ. സ്വർണത്തിൽ കണ്ണുള്ളവണെന്നൊക്കെ അർത്ഥം പറയാം. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന് പറഞ്ഞല്ലോ, സ്വർണമാകുന്ന മെത്തയിൽ കിടക്കുന്നവണ്ണ. അത് രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ സുദർശനത്താൽ ഉദ്ദീപിക്കപ്പെട്ട കഠിന കോപത്തോടു കൂടിയവനായിട്ട് ജലത്തിൽ സിംഹം ആനയെ എന്ന പോലെ ലീലയോടുകൂടെ സംഹരിച്ചു. തത് രക്തപങ്കാങ്കിത കണ്ടതുണ്ട, അവൻ്റെ രക്തമാകുന്ന ചളിയാൽ അടയാളപ്പെട്ട കവിൾത്തടത്തോടും മുഖത്തോടും കൂടിയവനായിട്ട് പർവ്വതതടത്തിലെ ഭൂമിയെ കുത്തിപ്പിളർക്കുന്ന ഗജശ്രേഷ്ഠൻ എന്ന പോലെ മേൽപോട്ട് വന്നു, അതായത് ഉപരിതലത്തിലേക്ക് വന്നു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം: ജലത്തിൽ താണുകിടക്കുന്ന ഭൂമിയെ ദംശ കൊണ്ട് ധരിച്ച് മേൽപോട്ടുയർന്നു വരുന്ന ആ യജ്ഞവരാഹരൂപനായ ഭഗവാൻ അധികം ശോഭിച്ചു. അവിടെയും ദേവശത്രുവായ ഹിരണ്യാക്ഷനെന്നു പേരായ ആദിദൈത്യനെ സംഹരിക്കുക എന്നുള്ളതായ മറ്റൊരു പ്രയോജനവും ഭഗവാൻ സാധിച്ചു. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി പറഞ്ഞ മതിയായി. ആ ദൈത്യാധിപൻ രസാതലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വരാഹമൂർത്തിയെ കണ്ടപ്പോൾ ശത്രുക്കളായ ദേവന്മാരുടെ കാര്യം സാധിക്കുവാനായി അവതരിച്ചിരിക്കുന്ന മഹാവിഷ്ണുവാണിതെന്ന് ധരിച്ചിട്ട് അമിത പരാക്രമശാലിയും നേരിട്ടെതിർക്കുവാൻ ശക്തനുമാകയാൽ, ശ്രദ്ധിക്കണം, ഗദയെ ധരിച്ചുകൊണ്ട് യുദ്ധത്തിനായി ഭഗവാന്റെ നേർക്ക് വന്നു. അപ്പോൾ ഭഗവാനെ വിട്ടുപിരിയാതെയിരിക്കുന്ന സുദർശന ചക്ര ദേവത ഭഗവത് സന്നിധിയിൽ വന്ന് നമസ്കരിച്ച ശേഷം, ഹേ ദേവ, ഈ ദൈത്യനെ സംഹരിപ്പാനുള്ള കൽപ്പന തന്നാലും ഞാൻ ഉടനെ സംഹരിച്ചു കൊള്ളാം എന്നുണർത്തിച്ചു. ശുദ്ധസത്വ സ്വരൂപനായ ഭഗവാനിൽ തീവ്രമായ കോപത്തെ ഉജ്ജ്വലിപ്പിച്ചും ഉടനെ ലേശവും പ്രയാസം കൂടാതെ സിംഹം ഗജത്തെ എന്ന പോലെ ഭഗവാൻ ആ ജലത്തിൽ വെച്ച് തന്നെ അവനെ സംഹരിച്ചു. അവൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായ രക്തത്തുള്ളികൾ കവിൾത്തടത്തിലും മുഖത്തും വ്യാപിച്ചിരിക്കുന്നു. ഗൈരികാദിപ്പൊടികൾ വ്യാപിച്ചിരിക്കുന്ന പർവ്വതതടത്തെ കുത്തി ഇടിച്ച കൊമ്പുകളോടുകൂടിയ ഒരു ഗജശ്രേഷ്ഠനെ പോലെ ജലമധ്യത്തിൽ നിന്ന് പൊങ്ങി വന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എനിക്ക് 2 എപ്പിസോഡും ഒന്നായിട്ട് പറയണം, സമയം. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. ഒരു 7 മിനിറ്റ്, 8 മിനിറ്റിൻ്റെ 6 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമസ്കാരം. നാളെ കാണാം.